ഇപ്പോഴും ഈ ഹമാസ് ആണെങ്കിൽ ഇതേപോലുള്ള റാഡിക്കൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻ, ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെ. ഒരു ലീഡർ കാണും മെയിനായിട്ട്, അതിന് താഴെയുള്ള പല ലീഡേഴ്സും അവർ വ്യത്യസ്ത അഭിപ്രായക്കാരായിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അത് തന്നെയാണ് ഈ ഹമാസിൻ്റെ കൂട്ടം ഞാൻ പറഞ്ഞത്. ഇതുവരുപരായിട്ട് ഇവരുടെ പൊളിറ്റിക്കൽ വിങ് എന്ന് പറയുന്ന ഖത്തറിലിരിക്കുന്നവർ പറയുന്നത്, അവർ താഴോട്ട് എന്തെങ്കിലും നിർദ്ദേശം കൊടുത്താലും അത് കൊടുത്താലും ഇത് കൊടുത്താലും ഒന്നും അവർ നടപ്പിലാക്കത്തില്ല. അതിൻ്റെ പേരിലാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് ഈ ഒക്ടോബർ 8 ഇസ്രായേലി അറ്റാക്ക് സമയത്ത് അമേരിക്കൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്, ഇത് ഖത്തറിലിരിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും അറിയത്തില്ലായിരുന്നു. ഈ യാഹ്യ സിൻവാറാണ് അത് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്തത്. അവിടെ ട്രെയിനിങ്ങും പരിപാടിയൊക്കെ നടക്കുന്ന കാര്യം അറിയാൻ, അതിൻ്റെ പണം കിട്ടുന്നുണ്ട്, അതിന് വെപ്പൺസ് കിട്ടുന്നുണ്ട്, മറ്റുള്ള എക്സ്റ്റേണൽ സപ്പോർട്ട് ഇറാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഹിസ്ബുള്ള ചെയ്യുന്നുണ്ട്. പക്ഷെ ഇറാനും ഹിസ്ബുള്ളയ്ക്ക് ഇവർക്കൊന്നും അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു അറ്റംപ്റ്റ് ചെയ്ത് ഭയങ്കര ഒരു ഡേഞ്ചറസ് സോണിലോട്ട് ഇത് പോകുന്നു. അവരിതൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരിത് ചെയ്യാൻ സമ്മതിക്കുകയില്ലായിരുന്നു എന്ന് അറബ് പത്രങ്ങൾ പറയുന്നുണ്ട്, ഇറാനിയൻ പത്രങ്ങൾ പറയുന്നു. ഇറാൻ്റെ അന്നത്തെ ഇബ്രാഹിം റൈസി, അദ്ദേഹത്തിൻ്റെ ചീഫ് അഡ്വൈസർ എന്ന് പറഞ്ഞു, അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ലായിരുന്നു. കാരണം അവർക്കറിയാം ഇത് ഭയങ്കര ത്രെട്ട്, അവസാനം അവരെ വന്നാണ് ഇത് തീരുന്നതെന്ന്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാനിത് പറഞ്ഞ സമയത്ത് ഞാൻ ഇയാളെ കോട്ട് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ ഇത് തീരുമ്പോൾ ഇറാൻ തീർത്തിട്ടായിരിക്കും വാർ നിൽക്കാൻ പോകുന്നതെന്ന്.